ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ സംതൃപ്തരാണ് ഞങ്ങളെല്ലാവരും. വീട് എന്നതിനേക്കാൾ ഇതൊരു ഇടവകയുടെ ഒരു പള്ളിയുടെ പള്ളി മേടയാണ്, അല്ലെങ്കിൽ പ്രസ്ബിറ്ററിയാണ്, വൈദികർ താമസിക്കുന്ന മന്ദിരമാണ്. ഒരു വീടിനേക്കാൾ ഉപരി ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇത് കുട്ടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കാരണം നമുക്കറിയാം എല്ലാ വർഷവും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ തടിയേക്കാൾ ഉപരി ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളതാണ് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഈർപ്പം പോലുള്ള കാര്യങ്ങളെയൊക്കെ തടയാനായിട്ട് സാധിക്കും. ഈ ഒരു മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു തരത്തിലുമുള്ള ഡിഫക്റ്റുകൾ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പണി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ചെറിയ വളവുണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ കുത്തൽ വീഴുന്നു, പിന്നെ അല്ലെങ്കിൽ പെയിൻ്റ് അതേ പിടിക്കാതെ ഇളകി വരുന്നു. ഒരു പബ്ലിക് പ്ലേസ് കൂടിയാണ് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള സീറോ മലബാർ സഭയുടെ കത്തോലിക്ക പള്ളിയാണ് ഹോളി ഫാമിലി ചർച്ച് കിഴക്കേ മിത്രക്കരി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ WPC എന്ന മെറ്റീരിയലിനെ പറ്റി ഒരുപാട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വീടുകൾക്ക് ഡോർസുകളും വിൻഡോസും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ വ്യത്യസ്തമായിട്ട് വീടല്ല, ഒരു ഓഫീസ് കം പാഴ്സണേജ്, ഒരു പള്ളിയുടെ ഒരു ഫുൾ വർക്കായിട്ട് WPC കൊണ്ടാണ് ഡോർസ് വിൻഡോസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത WPC ഫ്ലോറസ്റ്റ WPCയുടെ നമ്മൾ മുൻപ് പല വീഡിയോയിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, റജി സാറ്, അതുപോലെ നന്ദനം ഇൻഡസ്ട്രീസിലെ സുരേഷ്. അപ്പൊ ഇവരാണ് ഇതിന്റെ വർക്കെല്ലാം ചെയ്തത്. അപ്പൊ സാറേ, ഈ പള്ളി ചെയ്യാനുള്ള ഒരു കാര്യം എന്താ, പ്രത്യേകിച്ച് ഈ പള്ളിയെ പറ്റി ഒന്ന് പറയുന്നത്? ഏതാണ് സ്ഥലം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ? ഇത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് മിത്രഗിരി പള്ളിയാണ്. ഇതൊരു കത്തോലിക്ക ദേവാലയമാണ്. ഒരു പരിപാവനമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാം വളരെ ജെന്യൂൻ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീടുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ പള്ളിയിലെ ഇത് ചെയ്യാനായിട്ട് ഇവർ വിളിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഞങ്ങൾക്ക് അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഈ പള്ളിയുടെ കാര്യം ചെയ്യുമ്പോഴേ ഈ പള്ളിക്ക് ഒരു വലിയൊരു കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് ടെക്നിക്കൽ ആൾക്കാരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് WPC ഞങ്ങൾ ഫ്ലോറസ്റ്റ WPC ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് വെയ് ചെയ്ത് ഞങ്ങളെ ഒരുപാട് ഗ്രില്ല് ചെയ്തതിന് ശേഷമാണ് ഇവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് WPCകൾ നോക്കിയെങ്കിലും അവർ ഫ്ലോറസ്റ്റ WPC കണ്ടപ്പോൾ, ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ തന്നെ ഇവർ മെജോറിറ്റി ഓഫ് ആൾക്കാർ കൺവിൻസ് ആയി. പിന്നെ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്ലോറസ്റ്റ WPC കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ മുഴുവൻ വാതിലുകളും ജനലുകൾ, വെന്റിലേഷൻ, മെയിൻ ഡോറ്, എല്ലാ കാര്യങ്ങളും ഫുള്ള് WPC ആയിട്ട്. അതാദ്യം ഇവർ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞ് ആദ്യത്തെ ഫ്ലോറിൽ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഏകകണ്ഠമായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് WPC തന്നെ മതി, നിങ്ങൾ തന്നെ ഫുള്ള് ചെയ്തു. പ്രത്യേകിച്ച് സുരേഷിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. നന്ദനം ഇൻഡസ്ട്രീസ് തന്നെ ചെയ്താൽ മതി, ഫ്ലോറസ്റ്റ WPC നന്ദനം ഇൻഡസ്ട്രീസ് നിങ്ങളങ്ങ് ചെയ്തു, ഞങ്ങൾക്ക് ഇനി ഒന്നും ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിലെത്തി വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചപ്പം ഈ അച്ഛനും കമ്മിറ്റിക്കാരും പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ അങ്ങ് എടുത്തു, എല്ലാവരും ഒന്ന് അറിയട്ടെ. അപ്പോൾ അവരുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടെന്നും ഇത് നിങ്ങളൊക്കെ വീടുകൾക്ക് ഉപയോഗിക്കണമെന്നും മരത്തേക്കാൾ ഒരുപാട് ഗുണമേറിയ നല്ലൊരു ബ്രാൻഡ് WPC, അതായത് ഫ്ലോറസ്റ്റ WPC നല്ലതാണെന്ന് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളിപ്പം വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് WPC എന്ന്. നമുക്ക് മരത്തെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ WPCയെ പറ്റി മുമ്പ് വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്താ ഈ WPC എന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ഫ്ലോറസ്റ്റ WPCയെ കുറിച്ചാണ് പറയുന്നത്. WPC എന്നുള്ള ആ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞാൽ വുഡ് പോളിമർ കോമ്പോസിറ്റ്, അതായത് പോളിമറും വുഡ് കോമ്പോണൻസ്, അതായത് ചേർത്ത് അഡ്ഹസീവ്സും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു എഞ്ചിനീയർഡ് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് ആണ് ഈ WPC. ഇത് തടിയേക്കാളിൽ ഒരുപാട് കടുപ്പമേറിയ ഒരു പ്രൊഡക്റ്റാണ്. തടിയേക്കാട്ടിൽ കടുപ്പമുണ്ട്, തടിയേക്കാട്ടിൽ ഗുണങ്ങളുണ്ട്. തടി പൊടിഞ്ഞു പോകുന്നു, ചെതലെടുക്കുന്നു, വെള്ളം കയറുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ തടിക്കുണ്ട്. നല്ല തടികൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും പരാജയം ഉണ്ടാകും. അപ്പൊ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഇത് വെള്ളം കയറിയ പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഈ കുട്ടനാട്ടിലൊക്കെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വെള്ളം കയറിയ അതെ ഇവിടെ ഇപ്പൊ ഒരുപാട് പ്രൊജക്ടുകളായി. നമുക്ക് വെള്ളം കയറിയ യാതൊരു പ്രശ്നവും പൊടിഞ്ഞു പോകത്തില്ല, ചെതലെടുക്കത്തില്ല. ഇത് പിന്നെ ഞങ്ങളുടെ ഫ്ലോറസ്റ്റ WPC ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇതൊരു പ്രൂവൺ, ട്രസ്റ്റഡ്, റിലയബിൾ WPC പ്രൊഡക്റ്റ് ആണ് ഫ്ലോറസ്റ്റ എന്ന് പറയുന്നത്. ഇതിന്റെ റോ മെറ്റീരിയൽസ് തന്നെ പുറത്തുനിന്ന് വരുന്നതാണ്. പിന്നെ ഇതിന്റെ വുഡ് കണ്ടന്റ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന 40% വുഡ് കണ്ടന്റ് ചേർത്ത് തന്നെ ചെയ്യുന്നു, സർട്ടിഫൈ ചെയ്യുന്നതാണ്.
ഗവൺമെന്റിന്റെ ഗൃഹ സർട്ടിഫിക്കേഷൻ ഉണ്ട്, പിന്നെ സെൻട്രൽ പ്ലാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് മാനദണ്ഡങ്ങളെ പാലിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വിതരണം ചെയ്യുന്ന ഒരു ഇന്ന് ഇന്ത്യയിലുള്ള ഒരു നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് ഈ ഫ്ലോറസ്റ്റ WPC. അപ്പോൾ WPC എന്ന് നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് തീരുമാനമായി കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് ഒന്ന് തീരുമാനം ഉണ്ടാകണം, തടി വേണോ സ്റ്റീൽ വേണോ. WPC ആണെന്ന് നിങ്ങൾക്ക് തീരുമാനമായാൽ നിങ്ങൾ മാർക്കറ്റിൽ നല്ലൊരു ബ്രാൻഡ് തന്നെ നോക്കണം. ആ ബ്രാൻഡിൽ ഏറ്റവും വിശ്വാസ്യതയുള്ളത് ഏതാണ്? പിന്നെ നമുക്കൊരു കാഴ്ചയെ തന്നെ ഫ്ലോറസ്റ്റ WPCയുടെ ഒരു പ്രത്യേകത, ഇതിപ്പോൾ ഞാൻ തന്നെ പറയുമ്പോൾ എനിക്കൊരു സങ്കോചമുണ്ട്, നല്ലതാണെന്ന് പറയും. ഇതിൻ്റെ ഒരു ബേസിക് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അടുത്ത് വന്ന് ഈ WPC കണ്ടവർ മുഴുവൻ, ഫ്ലോറസ്റ്റ WPC കണ്ടവർ മുഴുവൻ പറഞ്ഞു, സാറേ ഞങ്ങൾ നേരത്തെ കണ്ട WPC ഇതല്ല, ഇത് WPC ഇത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ കട്ടി, ഇതിൻ്റെ കളർ, ഇതിൻ്റെ ആ ഡെൻസിറ്റി, ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഒരു പ്രൊഡക്റ്റായിരുന്നു ഫ്ലോറസ്റ്റ WPC. സ്ക്രൂവബിലിറ്റി, ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വന്ന് ഇതിലെ ഒരു പീസ് കൊണ്ടുപോയി നിങ്ങളിത് വർക്ക്ഷോപ്പ് ചെയ്ത് നോക്ക്, എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. ഈ ഫ്ലോറസ്റ്റ WPC ഞങ്ങൾ പറയുന്നത് വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടേ നിങ്ങൾ വാങ്ങാവൂ, ഉചിതമാണെന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ, ഒരുപാട് തടി, മറ്റുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് നമ്മുടെ വീടിന് വേണ്ടി ഉപയോഗിക്കുമ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കും. ഞങ്ങൾ 2015 തൊട്ട് WPC ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി ഇവിടുത്തെ. നമ്മളിപ്പോ വീട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കും അതെ വുഡിന്റെ കാര്യം. നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. വുഡിന്റെ ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം പറയും നമുക്ക് 100% നമുക്ക് ഇന്നത്തെ കാലത്ത് വുഡുകൾ നല്ല ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ ഈട് നിൽക്കുന്നതോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ WPC സജസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ചെതലൊക്കെ കയറുന്ന പ്രശ്നങ്ങളുണ്ട്, വീട് അടച്ചിട്ട് പോകുന്ന വീടുകൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ചെതൽ കയറുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. 2018 വെള്ളപ്പൊക്കം നമുക്ക് നല്ലൊരു അനുഭവമാണ്. അപ്പൊ നമുക്ക് വീടുകൾ നിർമ്മിക്കുമ്പം ഒരു 100 വർഷത്തെയൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും WPC തന്നെ ഒരു നല്ല മെറ്റീരിയൽ. കാരണം ബാക്കിയുള്ള മെറ്റീരിയലിനൊന്നും ഇത്രയും ലൈഫില്ല. അതിൽ കൂടുതൽ ലൈഫ് ഈ പ്ലാസ്റ്റിക് ബേസ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിനൊരുപാട് ലൈഫ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ, ഇതിപ്പോൾ 200 വർഷമോ 300 വർഷമോ നിൽക്കും. ഒരു വീടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു 60 വർഷം കഴിയുമ്പോൾ ഇത് മാറ്റണം, അല്ലെങ്കിൽ വേറൊരു വീട് നിർമ്മിക്കണം, അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യും. ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. 100 വർഷം കഴിഞ്ഞാൽ ഇത് അതുപോലെ തന്നെ ഇരുന്നോളും. അപ്പം ഇതൊരു അസറ്റാ. നമുക്കപ്പോ അതൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഓഫീസ് കോംപ്ലക്സിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ സംസാരിച്ച ബിൽഡിംഗ്. അപ്പൊ ഇത് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പന്തളത്തുള്ള നന്ദന ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ ഓരോ ഇവിടെയുള്ള കാര്യങ്ങളൊന്ന് നോക്കിക്കൊണ്ട് തന്നെ, ഇതിപ്പോൾ ഫ്രണ്ട് ഡോറ്, വിൻഡോസ് എല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വർക്ക് എങ്ങനെയായിരുന്നു ഇവിടെ? ജോബി, ഇത് നമ്മൾ കൂടുതലും റെസിഡൻഷ്യൽ പ്രോജക്ട്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ കൂടിയും ഒരു ദേവാലയത്തിൻ്റെ ഒരു ഓഫീസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരൂടെ വൈഡൻ്റെ ഒരു സ്കോപ്പ് ഓഫ് വർക്കാണ്. അത് നമ്മളിലേക്ക് എത്തുമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഈ WPC ഫ്ലോറസ്റ്റയെ കുറിച്ച് കണ്ടറിഞ്ഞ് നമ്മൾ ഇടത്തോ ഭാഗങ്ങളിൽ കുറേ പ്രൊജക്റ്റുകൾ ചെയ്തത് അറിഞ്ഞിട്ട് ഇവിടുത്തെ കമ്മിറ്റി നമ്മളെ WPC ഫ്ലോറസ്റ്റ WPC എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദനത്തിലേക്ക് വരികയായിരുന്നു, പന്തളത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വളരെ വലിയ ഡോർ കം വിൻഡോസ്, വലിയ വിൻഡോസ്, അകത്തെല്ലാം ഡബിൾ ഡോറിങ് ആണ്. അപ്പോൾ കുറേ മറ്റേ ഇവരുടെ ഹാൾസ് ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം ഡബിൾ ഡോർസാണ്. അത് എല്ലാം സ്പാൻ കൂടിയതാണ്. അപ്പം അങ്ങനെയുള്ള കുറേ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഫ്ലോറസ്റ്റ WPCയുടെ ഒരു ക്വാളിറ്റി അത് കറക്റ്റാണ്. അതിന് വേണ്ടി ഉള്ളതായതുകൊണ്ട് ഇപ്പം മാർക്കറ്റിലുള്ള ബാക്കിയുള്ള കുറേ പ്രോഡക്ട്സിനോട് കമ്പയർ ചെയ്യുമ്പം ഫ്ലോറസ്റ്റ WPC വെച്ച് മാത്രമേ ഇത് പണിയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റുകൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നന്ദനം WPC ചെയ്തു. ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ സത്യം പറഞ്ഞാൽ ശക്തമായിട്ട് ഇതിനെ നോക്കിക്കൊണ്ട് നിന്നു എന്നുള്ളതാണ് സത്യം. ഓരോ പോയിന്റിലും അവർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു അനുഭവം അല്ലേ അത്. കാരണം ഇവിടുത്തെ അച്ഛൻ ലിജോ അച്ഛൻ വളരെ നെടുന്തൂണ് പോലെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ ടോമി സാറേ, കുഞ്ഞു സാറേ, ഇവിടുത്തെ ജേക്കബ് ജോസഫ് സാറേ, അങ്ങനെ എനിക്ക് ബാക്കി കുറേ പേരുടെ പേരറിയില്ല. എല്ലാവരും നമ്മളോട് ഏറ്റവും അവസാനം വളരെ സപ്പോർട്ടീവായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഗുണം അറിഞ്ഞപ്പോഴേ അവർക്ക് എന്തുവാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്കിത് വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റി.
അതിന് ഇവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളോടുള്ള ആദ്യമുള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് ഡോർ ആണല്ലേ? ഇതൊരു ഫ്രണ്ട് ഡോറാണ്. ഒരു സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്? എത്ര? ഇത് ടോട്ടലി 250 സെന്റിമീറ്റർ വൈഡറാണ്, 7 ഫീറ്റ് ഹൈറ്റ്. ഇത് വരുന്ന 120, ഏകദേശം 4 അടി വീതിയുള്ള ഒരു ഡബിൾ ഡോറിങ്ങും അപ്പുറവും ഇപ്പുറവും ആയിട്ട് നമ്മൾ വിൻഡോയിങ്ങും കൊടുത്തേക്കാണ്. മൊത്തം 250 ആണ്. ഇത് നമ്മൾ 6.2 എന്നുള്ള പ്രൊഫൈലിലാണ് ചെയ്തേക്കുന്നത്, ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നത്. 35 mm തിക്നെസ് ഉള്ള ഡോറാണ്. ഇതിന് നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള ലോക്കിംഗ് കൊടുത്ത് ഒരു ഡോർ ക്ലോസറും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. നമുക്ക് ഇത്രയും വിഡ്ത്തിലൊക്കെ ചെയ്യുമ്പോഴേ അതാണ് നമുക്കൊരു ചലഞ്ചിങ് ആണ്. വിഡ്ത്ത് നമ്മൾ ഇതിലും വിഡ്ത്ത് ഉള്ളത് നമ്മൾ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം 4 ഫീറ്റ് വിഡ്ത്ത് ആണ്. മുകളിൽ 5 ഫീറ്റ് 150 സെന്റിമീറ്ററിന്റെ ഒരു ഡബിൾ ഡോറിങ്ങും കൊടുത്തിട്ടുണ്ട്. ആ ഡോർ ക്ലോസർ അത് നമ്മുടെ ക്ലയന്റിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിയുടെ ഒരു ആവശ്യമായിരുന്നു, എല്ലാത്തിനും ഡോർ ക്ലോസേഴ്സ് കൊടുക്കണമെന്നുള്ളത്. ഇതിന്റെ റോഡ് കൊടുത്തിരിക്കുന്നത് 16 mm പോളിഷ്ഡ് സ്ക്വയർ ബാർ. നമ്മൾ ഡയഗണൽ ഇട്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ. അത് സോളിഡ് ബാർസ് ആണ്, MS-ന്റെ പോളിഷ്ഡ് ബാർസ് ആണ്, സ്ക്വയർ ബാർസ്. വേറൊരു ഡോറാണ് അല്ലേ? ഇത് എന്ത് വിഡ്ത്തിൽ വരുന്നത്? ഇതും 120 തന്നെയാണ്. ഇത് 6.2 പ്രൊഫൈല്, 35 mm തിക്നെസ് ഡോർസ്, ഡബിൾ ഡോറിംഗ് ആണ്. നമ്മൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഡബിൾ ഡോറിംഗ് കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. കാരണം അങ്ങനെ 6.2 പ്രൊഫൈൽ. ഇതിപ്പം ഡൈനിങ് റൂം ആണ്, പ്രയർ റൂമിനോട് ചേർന്ന്. ഇതിന്റെ ഡോറും ഇതും ഡബിൾ ഡോർ തന്നെ. നമ്മൾ ഡബിൾ ഡോർ ആണ്. ഇത് 120 സ്പാനിലുള്ള 6.2 സെക്ഷൻസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. 35 mm ഡോർസ് ആണ്. നമ്മുടെ ഇവിടെ എല്ലാം ഡബിൾ ഡോറിങ് 35 mm ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത്. 35 mm ഹൈ ഡെൻസിറ്റി. അതൊരു സൂത്രപ്പട്ടിക പോലെ നമ്മൾ ചെയ്യാറുണ്ട്. 3 പാർട്ട് ഡോർ ആയിട്ട് മാറും അത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഈ ഡൈനിങ്ങിലെ എല്ലാ ഡോർസും വിൻഡോസും എല്ലാം WPC അല്ല, ഇവിടുത്തെ എല്ലാം WPC ഡോർസ് ആൻഡ് വിൻഡോസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വിൻഡോയിലൊക്കെ വന്നാൽ ഇതിന്റെ ഫ്രെയിം എല്ലാം WPC. ഇത് 4.2 ഇത് 4.2. ഇത് 16 mm പോളിഷ്ഡ് ബാർസ് ആണ്, MS-ന്റെ പോളിഷ്ഡ് ബാർസ്, സോളിഡ് ബാർസ് ആണ്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്, ബെൻഡാകില്ല. ഇതിന്റെ സൈസ് 4 പാളിയാണ് അല്ലേ? ഇത് 200/150 ആണ്. ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചന്റെ ഡോറും മറ്റേ ഇത് പക്ഷേ നമ്മൾ 5.2 കട്ടളയും 30 mm ഡോർസും ആവുന്നേക്കുന്നത്. 30 mm ഡോർസ്. ഷീറ്റേല് ഡിസൈൻ നമ്മൾ ഇവിടുത്തെ കമ്മിറ്റിയുടെ അവരുടെ ഡിസൈൻ കോൺസെപ്റ്റാണ്. അവർ പറഞ്ഞത് നമ്മൾ CNC കട്ട് ചെയ്തിട്ട് അഡാപ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇതിന്റെ ലോക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ അതെ, നമ്മൾ സ്കോപ്പ് ഓഫ് വർക്കിലാണ് വരുന്നത്. പക്ഷേ കസ്റ്റമർ ചോയ്സാണ്, ഏത് ലോക്ക് വേണമെന്ന് അവർക്ക് സെലക്ട് ചെയ്യാം. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു മിനിമം ലെവൽ നമ്മൾ കീപ്പപ്പ് ചെയ്യും. അതിനോട് താഴോട്ടുള്ള ലോവർ ക്വാളിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്യാറുമില്ല, ഫിറ്റ് ചെയ്യാറില്ല. ഇനി കൂടിയ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം. വുഡിന്റെ കേസ് നമ്മൾ പലപ്പോഴും ഇത് അടയാനും തുറക്കാനും ഒക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ. ഇത് നമുക്കറിയാമല്ലോ, ഇത് WPCക്ക് എക്സ്പാൻഷൻ കൺട്രാക്ഷൻ ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും അതിന് ഈ മറ്റേ ബൾജ് ഔട്ട് ഒന്നും വരത്തില്ല. ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ബിഹേവിയർ അങ്ങനെ തന്നെ ആയിട്ട് ടൈറ്റ് ആയി. ഇത് മറ്റേ ഈർപ്പം തട്ടുമ്പോൾ കയറുമ്പോൾ അത് ബൾജ് ഔട്ട് ആകാനുള്ള സാധ്യത. ഇതിനങ്ങനെ പ്രോബ്ലം വരില്ല. പിന്നെ ഗ്യാപ്പ് ഉണക്ക സമയം ചൂടുള്ള സമയത്ത് പിന്നെ കൂടും. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വലിയൊരു ഫ്രഞ്ച് വിൻഡോ ആണ്. ഇത് ഏത് സൈസാണ്? ഇത് വന്നേക്കുന്നത് 205 വിഡ്ത്ത് ആണ്, 215 ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലിൻഡൽ ലെവൽ വരെയുള്ള. അതെ, ഇതൊരു ഫ്രഞ്ച് വിൻഡോ, ഒരു 4 പാനൽ ഫ്രഞ്ച് വിൻഡോ വിത്ത് സ്പ്ലിറ്റ് ഉണ്ട്. കാരണം താഴെ വേറൊരു പാളി, മുകളിൽ വേറൊരു പാളി, സെപ്പറേറ്റ് പാളികൾ. ഇതിന്റെ ഈ ഡിസൈൻ കോൺസെപ്റ്റ് എല്ലാം പള്ളി ഇന്ന് തന്നതാണ്. അത് നമ്മൾ ഇവിടുത്തെ ആർക്കിടെക്ട് കൊടുത്ത ഡ്രോയിങ് നമ്മൾ ഫോളോ ചെയ്തു. പ്ലെയിൻ ഗ്ലാസ് ആണ്, 4 mm പ്ലെയിൻ ഗ്ലാസ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡിസൈനും ചെക്ക് പാളിയായിട്ട് വേണേൽ കുഴപ്പമില്ല, അത് ചെയ്യാം. ഇപ്പം കൂടുതലും സിംഗിൾ ഗ്ലാസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്വയർ ഗ്ലാസ്സുകളാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നേക്കുന്നത്. നമ്മൾ പഴയ ആ ചെക്കൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയത്. നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലും താഴത്തെ സെയിം ഒരു ഡോർക്കം വിൻഡോ, സെയിം സൈസ് 250/210 ഒരു താഴത്തെ ഫ്രണ്ട് ഡോറിന്റെ സെയിം സൈസ് 6.2 സെക്ഷന്. അതിൽ ഡബിൾ ഡോറിംഗ് വിത്ത് 35 mm ഡോർ.
ഇതിന്റെ ഈ ഫ്രെയിമും എല്ലാം ആ താഴത്തെ സെയിം സെയിം വേറെ കുറച്ച് റൂംസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതെ, അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ താഴത്തെ പോലെ ഡബിൾ ഡോറുകളാണ്. അതെ. ഈ ഡോറിന് മാത്രം ഒരു പ്രത്യേകത ഉള്ളത്, ഇത് നമുക്ക് 5 അടി വിഡ്ത്ത് വന്നു, 150 വിഡ്ത്ത് ബൈ 210 ഹൈറ്റ് ആവുന്നുണ്ട്. 5 അടി ഉണ്ടല്ലോ, 5 അടി. മറ്റേതെല്ലാം 4 അടിയായിരുന്നു. ഇതൊരു ഹാളിലോട്ട് കയറുന്ന. അപ്പൊ ഇത്രയും വിഡ്ത്തിൽ വന്നാൽ ഈ ഷട്ടറിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ ഏകദേശം 75 സെന്റിമീറ്ററിന്റെ 2 ഡോറിങ് വന്നു. 35 mm ഡോർ കൊടുത്തു. ഹൈ ഡെൻസിറ്റി നമ്മുടെ ഫ്ലോറസ്റ്റയുടെ ഹൈ ഡെൻസിറ്റി ഷീറ്റ്സ് കൊടുത്തു. അതെ. ഫ്രെയിം വന്നിരിക്കുന്ന ഫ്രെയിം 6.2 കട്ടളയാണ്. ഇവിടേക്ക് വന്നാൽ ഇത് വേറൊരു ഡോറാണ്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഒരു ഡോറാണ്. അതൊരു സിംഗിൾ ഡോറാണ്. ഇതിന്റെ അതിന്റെ ഫ്രെയിം 4.2 മതിയായിരുന്നു. 4.2 30 mm ഡോർ. ഷട്ടർ ഏത് ഡിസൈനും നമുക്ക് അടിക്കാം, ചെയ്യാം. ക്ലയന്റ് പറയുന്നത് അടിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഹൺഡ്രഡ്സ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. അത് അവർക്ക് ചൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഈ ഇനാമൽ പെയിന്റ് അല്ലാതെ പോളിഷ്ഡ് ആയിട്ട് വേണമെങ്കിലും ഇല്ല. ഇതിന്റെ പെയിന്റിംഗ് മെത്തഡോളജി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓട്ടോമോട്ടീവിന്റെ പ്ലാസ്റ്റിക് പ്രൈമർ വെച്ചുള്ള ടെക്നോളജി ഇതിൽ വേണ്ടത്. കാരണം ഇത് പ്ലാസ്റ്റിക് ആണല്ലോ. നോർമൽ വുഡ് പ്രൈമർ അടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇളകി വരാനുള്ള പ്ലാസ്റ്റിക് പ്രൈമർ വിത്ത് ഓട്ടോമോട്ടീവ് പെയിന്റ് അതായിരിക്കണം. അത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഏത് രീതിയിൽ. നമ്മളിനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഹോളാണ്. അപ്പൊ ഇവിടെ ഫുള്ള് വിൻഡോസും എല്ലാം നമ്മുടെ വർക്കുകളാണ്. അതെ, ഫുൾ നമ്മുടെ വർക്കുകളാണ്. അതിപ്പോ 4 പാളി ഉണ്ട്. ഇതെല്ലാം 4 പാളി വിൻഡോസ് ഈ ഹാളിന് വേണ്ടി ഉള്ളതാണ്. 3 4 പാളി വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് താഴെ കണ്ട പോലെ തന്നെ ഉള്ള സെയിം ഫ്രെയിം, സെയിം ഗ്രില്ല്, റോഡെല്ലാം 16 mm റോഡ്. ഇത് 200 by 155 ആയി ഇതിന്റെ ഹൈറ്റ് തന്നേക്കുന്നത്. 155 ഹൈറ്റ്, 4.2 സെക്ഷന്, 30 mm ഷട്ടേഴ്സ് വിത്ത് ഹൈ ഡെൻസിറ്റി പ്രൊഫൈൽസ്. ഈ റോഡ് ഇതെല്ലാം ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഏത് ഗ്രില്ലിങ്ങും ചെയ്യാം. റൗണ്ട് ചെയ്യാം, സ്റ്റീൽ ചെയ്യാം, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ചെയ്യാം, MS-ന്റെ റൗണ്ട് പോളിഷ്ഡ് ചെയ്യാം, സ്ക്വയർ പോളിഷ്ഡ് ചെയ്യാം. അതിന്റെ സൈസുകളും മാറ്റാം. ഏത് സൈസ് റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് ഗ്രില്ല് ചെയ്തു. ഒരു കാര്യം കൂടെ നമുക്ക് അറിയാനുണ്ട്. ഇപ്പം WPC എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒരുപാടുണ്ട്. ഇപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോൾ WPCയുടെ ഡോർ വെച്ചു, WPCയുടെ ഫ്രെയിം വെച്ചു, എന്നിട്ട് ചിലപ്പോൾ പല കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഒറിജിനൽ ഫ്ലോറസ്റ്റ് WPCയുടെ ഒരു മറ്റ് WPC ആയിട്ടുള്ള ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? ഞങ്ങളുടെ അടുത്ത് പലരും സമീപിക്കുന്നുണ്ട്. അപ്പം അടുത്ത സമയത്ത് ഒരു കക്ഷി വന്നപ്പോൾ പറഞ്ഞത് അവർ WPC ഉപയോഗിച്ചു, പക്ഷേ അവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പുള്ളി പറഞ്ഞത് WPC ശരിയാവത്തില്ലെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. പക്ഷേ ഞാൻ ചോദിച്ചത് എന്താ? അപ്പം പറഞ്ഞു മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആക്ച്വൽ WPC വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. WPC എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വൽ WPC ഏതാണെന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഇപ്പം വളരെ ടെക്നിക്കൽ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഗൂഗിളിൽ ആക്ച്വൽ WPC എന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. കറക്റ്റായിട്ടുള്ള WPC കമ്പനി കിട്ടും. ഫ്ലോറസ്റ്റ WPC അതിനകത്തൊന്നാണ്. 2, നന്ദന ഇൻഡസ്ട്രീസും ഞങ്ങളും കൂടി ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഫാക്ടറിയിൽ പോയി. ഞങ്ങൾ കണ്ട കാര്യം അവരാ റോ മെറ്റീരിയൽസ് വരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉള്ള ഒരു ആ സ്പെഷ്യാലിറ്റി. ഒന്നാമത്തേത് ഇത് യൂറോപ്യൻ ടെക്നോളജി, യൂറോപ്യൻ മെഷീനറി. ഇതിനകത്ത് സെലക്ട് ചെയ്ത് ഈ വുഡ് കണ്ടന്റ് റിയലായിട്ട് ചേർക്കുന്നോ ഇല്ലയോ എന്ന് സുരേഷ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സുരേഷ് ഇവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് പോയത്. കാരണം എല്ലാവരും WPC എന്ന് പറയുന്നത് ആരുടെയും WPCക്കകത്ത് വുഡ് കണ്ടന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ ഫ്ലോറസ്റ്റ് ഉത്തരാഖണ്ഡ്, ഡൽഹിക്ക് അടുത്ത്. അപ്പോൾ ഞങ്ങൾ എന്ന് നോക്കിയപ്പോൾ ഇവർ വുഡ് റിയലായിട്ട് വുഡ് കണ്ടന്റ്, വുഡ് പാർട്ടിക്കിൾസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ചേർക്കുന്ന വിധം തന്നെ ഞങ്ങളെ അതിശയിപ്പിച്ചു. ഇതിനകത്തുനിന്ന് മോയ്സ്ചർ കണ്ടന്റ് എടുത്ത് മാറ്റി റിഫൈൻഡ് ആയിട്ട് ഇത് പോളിഷ് ചെയ്ത് പ്രത്യേക രീതിയിൽ സംസ്കരിച്ചിട്ടാണ് ഈ വുഡ് കണ്ടന്റ് ഈ PVC റൈസിൻസുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അത്രത്തോളം വലിയ കെയർഫുൾ പ്രോസസ്സ് ഫ്രം ദ വെരി ബിഗിനിങ് ഈ കമ്പനി എടുക്കുന്നുണ്ട്. അത്രത്തോളം WPC പ്രൊഡക്ഷൻ അത്ര ഈസി അല്ല. റിയലായിട്ട് WPC ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഹെവി പ്രോസസ്സ് തന്നെയാണ്. അത് ഇച്ചിരി ഒരു എന്താ പറയുന്നത് എക്സ്പെൻസീവ് അഫെയർസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ റിയലായിട്ടുള്ള WPC ഉപയോഗിച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. WPC എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ഒരുപാട് WPC ഉണ്ട്. അത് ചൈനീസ് പ്രൊഡക്ട്സാണ്. അതിന് ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ, അത് വളഞ്ഞു പോകുമോ, പൊട്ടിപ്പോകുമോ, പൊടിഞ്ഞു പോകുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിനൊരു സർട്ടിഫിക്കേഷൻസും ഇല്ല. വേറാസ് ഫ്ലോറസ്റ്റ WPC ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തരും. ലൈഫ് ടൈം ഗ്യാരണ്ടി തരും,
40% പിന്നെ വുഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ടെക്നോളജിയുടെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് തരും. പിന്നെ നിങ്ങൾക്ക് ഓരോ ബോർഡിലും ഈച്ച് ആൻഡ് എവറി ബോർഡ് ദേ റൈറ്റ് ഇറ്റ് ഈസ് യൂറോപ്യൻ ടെക്നോളജി ബോർഡ്. WPC ബോർഡെന്ന് എഴുതി തരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം പലരോടും നമ്മൾ WPC ആണെന്ന് ചോദിച്ചാൽ WPC PVC എന്നാണ് പലരും പറയുന്നത്. സത്യത്തിൽ ഇത് PVC അല്ല, ഇത് ആക്ച്വൽ WPC, ഫ്ലോറസ്റ്റാർ WPC. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. വുഡ് കണ്ടന്റ് തന്നെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പല പ്രോഡക്റ്റുകളും ഫേക്കാണ്. എന്ന് പറയുമ്പോൾ ഒരു കളറിൻ്റെ ആഡ് ചെയ്തിട്ട് WPC സ്റ്റാമ്പ് ചെയ്തിട്ട് വരുന്നു. ചൈനീസ് ഇമ്പോർട്ട്സ് ശരിക്കും WPC അല്ല. അത് നമ്മുടെ ഇന്ത്യൻ സർട്ടിഫിക്കേഷൻസ് ഇതിനില്ല എന്നുള്ളതാണ്. അവരുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അവിടാണ് ഫ്ലോറസ്റ്റാ എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസം. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ബെയർ ചെയ്തേ പറ്റൂ. നമുക്കൊരു അല്പം വിലക്കുറവിൽ മാർക്കറ്റിൽ നിന്ന് സാധനം കിട്ടും, പക്ഷേ നമ്മുടെ വീടുകൾ ഉപയോഗിച്ചാൽ അത് സക്സസ് ആവുമല്ലോ എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പം ഗ്യാരണ്ടി തരുന്ന ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, നല്ലൊരു ബ്രാൻഡ് ഉപയോഗിക്കണം, റിയൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ഇത് കാഴ്ചയെ തന്നെ നമുക്ക് ഫ്ലോറസ്റ്റാർ WPC കാണുമ്പോൾ മനസ്സിലാക്കാം. നിങ്ങളൊരു ഫ്ലോറസ്റ്റാർ WPCയുടെ ഒരു പീസ് ഒരു കൈ വെക്കുക, മറ്റേ എത്ര WPC വേണമെന്നുണ്ടെങ്കിലും കൊണ്ടൊന്ന് നിരത്തി വെച്ചിട്ട് ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു യുണീക്ക് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. ഇത് എടുത്തു നോക്കുമ്പോൾ ഇത്രയും ഹെവിനെസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിയും കടുപ്പവും മേന്മയും ഗുണവും എല്ലാം കാഴ്ചയെ തന്നെ മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ പീസ് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് പൊട്ടിച്ച് നോക്കുവോ, സ്ക്രൂ ചെയ്ത് നോക്കുവോ, മുറിച്ച് നോക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം ഫ്ലോറസ്റ്റാർ WPCയെ സമീപിച്ചാൽ മതി. ഇത് ഞങ്ങൾ അടൂർ മെറ്റീരിയലായിട്ട് കൊടുക്കുന്നുണ്ട്. നന്ദനം ഇൻഡസ്ട്രീസ് പന്തളത്തുനിന്ന് ഫാക്ടറിയിൽ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഫുൾ വീട് ഡിസൈൻ അനുസരിച്ച് പ്ലാനിങ് തന്നാൽ മതി. ഞങ്ങൾ ടേൺ കീ ബേസിസിൽ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കും. വുഡ് വർക്ക്, അതായത് ജനലുകൾ, വാതിലുകൾ, വെന്റിലേഷൻസ്, വിൻഡോ ഫ്രെയിം എല്ലാം കംപ്ലീറ്റ് നന്ദനം ഇൻഡസ്ട്രീസിൽ മേക്ക് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇന്ന് ഞങ്ങളുടെ ടീം തേനി തമിഴ്നാടാണ് വർക്ക് ചെയ്യുന്നത്, രാവിലെ പോയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓൾ കേരള ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് കേരള ഞങ്ങൾ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയലായിട്ട് കൊണ്ടുപോകാം, പ്രൊഡക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റായിട്ടും കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ പറയുന്ന നിങ്ങൾ വന്ന് കാണണം. ഫോണിൽ കൂടെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടത്തില്ല. WPC എന്ന് മാത്രം പറഞ്ഞാൽ WPC ഞങ്ങളുടെ WPC കിട്ടത്തില്ല. ഫ്ലോറസ്റ്റാർ WPC എന്ന് തന്നെ പറയണം. അത് വന്ന് കാണണം, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങണം. ഫ്ലോറസ്റ്റാർ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആൻഡ് സ്റ്റോക്കിസ്റ്റ് പ്രൈവറ്റ് ആൻഡ് ഡോർസ് അടൂർ. ഓതറൈസ്ഡ് സൗത്ത് ഇന്ത്യൻ OEM യൂണിറ്റ് നന്ദനം ഇൻഡസ്ട്രീസ് പന്തളം. ഞങ്ങളാണ് കേരളത്തിൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫുൾ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ ഫാക്ടറിയും എല്ലാം നമ്മൾ സ്റ്റോക്ക് യാർഡും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പം ആ വീഡിയോയും കൂടെ കണ്ടു നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞങ്ങളുടെ അടുത്ത് വരിക, നിങ്ങൾ കാണുക, നിങ്ങൾ പോവുക. ഇന്ന് വാങ്ങിക്കണമെന്ന് ഞങ്ങൾ ആരോടും ഞങ്ങൾ പറയാറില്ല. വന്ന് കണ്ടിട്ട് നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാവൂ. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നു. ഈ പള്ളിയുടെ വികാരിയാണ്. അച്ഛൻ്റെ പേര് എങ്ങനെയാണ്? ലിജോ കുഴുപ്പള്ളി. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ WPC എന്ന മെറ്റീരിയൽ വെച്ചാണ് നമ്മളിതിൻ്റെ ഈ പാസനേജും ഓഫീസ് റൂമും എല്ലാം ചെയ്തത്. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ടാണ് മറ്റ് മെറ്റീരിയൽ ഉപേക്ഷിച്ച് WPCയിലേക്ക് വരാനുള്ള ഒരു കാര്യം എന്താണ്? ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി. നമുക്ക് തടി കൊണ്ട് പണിയണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൂതനമായ മെറ്റീരിയൽസ് കൊണ്ട് പണിയണോ എന്നുള്ളൊരു വ്യക്തമായ ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആയിരിക്കുകയാണ് ഈ WPC എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ പറ്റി കേൾക്കാൻ ഇടവന്നത്. സോഷ്യൽ മീഡിയയിലൂടെ കാണാനായിട്ട് ഇടവന്നു. അതിനുശേഷം അത് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് പ്ലേസ് കാണാനായിട്ട് ഇവിടെ അടുത്തുള്ള എടത്വ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നു. ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മെറ്റീരിയലിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി. എങ്ങനെയത് നമുക്ക് കെട്ടിടങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ കിട്ടി. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ റിവ്യൂസൊക്കെ എടുത്തു, പഠിച്ചു, പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് വന്നു. അങ്ങനെയാണ് അടൂരുള്ള നന്ദനം WPC വേൾഡുമായിട്ട് ബന്ധപ്പെടാനിട വന്നത്. അങ്ങനെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി
അവരെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തി. പിന്നെ നമ്മുടെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ കമ്പനിയുമായിട്ടുള്ള ഒരു ബന്ധം അവർ വളരെ കൃത്യമായിട്ട് ഇവിടെ വന്ന് അതിനെക്കുറിച്ചൊരു പ്ലാനും രൂപരേഖയൊക്കെ നൽകി. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിമുകൾ എല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഓർഡർ അനുസരിച്ച് കൃത്യം ഒരു 4 മാസത്തിനുള്ളിൽ നമുക്ക് അവർ തരികയും ചെയ്യും. അപ്പം അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡോർസ്, വിൻഡോസ്, ഷട്ടേഴ്സ് എല്ലാം പിന്നീട് അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ പണി തീരുന്നതിൻ്റെ ഒരു മാസം മുമ്പ് വന്ന് കൃത്യമായിട്ട് അത് നൽകുകയും അത് ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്തു. ഇതെല്ലാം കൂടെ കൂടി ഉള്ള ഒരു പാക്കേജായിട്ട്, ഫുൾ പാക്കേജായിട്ട് നൽകപ്പെടുകയാണ്. ഇപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസം 2025 9-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ബ്ലെസ്സിങ്. അതിനുശേഷം ഇപ്പോഴും 3 മാസം കഴിഞ്ഞു. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ സംതൃപ്തരാണ് ഞങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് ഇത് ഒരു വീട് എന്നതിനേക്കാൾ ഇതൊരു ഇടവകയുടെ ഒരു പള്ളി മേടയാണ്, അല്ലെങ്കിൽ പ്രസ്ബിറ്ററിയാണ്, വൈദികർ താമസിക്കുന്ന മന്ദിരമാണ്. അതുകൊണ്ട് പള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരു വീടിനേക്കാൾ ഉപരി ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീട് പണിത് കഴിഞ്ഞാൽ നമുക്കൊരു 10-50 വർഷത്തേക്കുള്ള ഒരു കണക്കൂട്ടലിലായിരിക്കും സാധാരണപ്പെട്ട ഒരു ചെയ്യുക. പക്ഷേ നമുക്കിതൊരു ദൈർഘ്യനാളത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് കുട്ടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കാരണം നമുക്കറിയാം എല്ലാ വർഷവും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. ഒരു വർഷത്തിലൊരു 4 ദിവസമെങ്കിലും ഈ പള്ളി മുറ്റത്ത് കയറുന്നില്ലെങ്കിലും നേരത്തെ ഇരുന്ന ഈ ഒരു പ്രസ്ബിറ്ററിയിൽ അല്ലെങ്കിൽ പള്ളിമേടയുടെ സ്ഥലത്ത് വെള്ളം കയറുമായിരുന്നു. ഇപ്പോൾ ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെയും കാലാവസ്ഥയുടെയും ഒക്കെ ഫലമായിട്ടൊരു ഈർപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ വീടുകളിലും പരിസരങ്ങളിലും പള്ളികളിലും പള്ളിമേടകളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ തടിയേക്കാൾ ഉപരി ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും തടിയും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കോമ്പൗണ്ട് മെറ്റീരിയൽ വെച്ചുള്ള ഒരു പ്രോഡക്റ്റ് എന്തും കൊണ്ടും അനുയോജ്യമായിട്ടുള്ളതാണ് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഈർപ്പം പോലുള്ള കാര്യങ്ങളെയൊക്കെ തടയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുവരെയും ഈ ഒരു തടിയുമായും ഈ ഒരു മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു തരത്തിലുമുള്ള ഡിഫക്റ്റുകൾ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പണി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ചെറിയ വളവുണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ കുത്തൽ വീഴുന്നു, പിന്നെ അല്ലെങ്കിൽ പെയിൻ്റ് അതേ പിടിക്കാതെ ഇളകി വരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് ഇപ്പോൾ ഇതുവരെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയും ഒക്കെ ഒരു നല്ല പ്രോഡക്റ്റാണെന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച് ഈ പള്ളിമേട ഇതൊരു 2 നില ബിൽഡിംഗാണ്. ഏകദേശം ഒരു 4 ഓഫീസുകളും അതുപോലെ തന്നെ 2 ബെഡ്റൂമുകളും ഒരു മിനി ഹോളും ഒരു AC ഹോളുണ്ട്, പിന്നെ ഒരു ഡൈനിങ് ഹാളുണ്ട്, ഒരു കിച്ചണുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു 3700 സ്ക്വയർ ഫീറ്റിൽ നിലകൊള്ളുന്ന ഒരു ബിൽഡിങ്ങാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇവിടേക്ക് കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. ഒരു പബ്ലിക് പ്ലേസ് കൂടിയാണ്. നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള സീറോ മലബാർ സഭയുടെ കത്തോലിക്ക പള്ളിയാണ് ഹോളി ഫാമിലി ചർച്ച് കിഴക്കേ മിത്രക്കരി. അതുകൊണ്ട് ഇടവക്കാരും അല്ലെങ്കിൽ ഇടവയ്ക്ക് പുറത്തു നിന്നുള്ളവരും മറ്റനേകരും വരുന്ന ഒരു ഇടമാണ്. ഒത്തിരി പേര് സന്ദർശിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പലരും ഇതിനെക്കുറിച്ച് എന്താണ് ഈ മെറ്റീരിയൽ എന്നൊക്കെ ചോദിച്ചു. ചിലർ തടിയാണോ എന്ന് ചോദിച്ചു. തടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേർക്ക് നല്ല അഭിപ്രായങ്ങളായിരുന്നു. ഇത് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടോ, ആകാംക്ഷയോടുകൂടി ചോദിക്കുകയും അറിയുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പൊതുസ്ഥലമായതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും സംലഭ്യമാകേണ്ട ഒരു സ്ഥലമായതുകൊണ്ടും ഇതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച കൂടി പലർക്കും കൊടുക്കാനായിട്ട് ഈ നാളുകളിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച പന്തളത്തുള്ള നന്ദനം WPC വേൾഡ് അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഇടവകയുടെ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇനിയും മറ്റ് ഇടങ്ങളിലൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം പ്രത്യേകിച്ച് ഇടവയിലേക്ക് കടന്നു വന്ന് അവർ വീണ്ടും ഇതിൻ്റെ റിവ്യൂ എടുക്കാനുള്ള നിലയിലാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി അതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്, പിന്നെ റെജി ചായനുണ്ട്. അപ്പം അവരോടുള്ളൊക്കെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയും. താങ്ക് യു.